അല്ല പാർവതി, ഈ റിപ്പോർട്ട്, ഞെട്ടിക്കുന്ന ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് മണിക്കൂറുകൾ പലതാകുന്നുണ്ട്. അതിനുശേഷം വരുന്ന സർക്കാർ പ്രതികരണങ്ങളിൽ, അധികാരി പ്രതികരണങ്ങളിൽ ആ റിപ്പോർട്ടിനോട് നീതി പുലർത്തുന്ന ഒരു തുടർ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? ലക്ഷ്മി, അത് ഹേമ കമ്മിറ്റി അല്ലായിരുന്നു, ആദ്യം ഹേമ കമ്മീഷനായിരുന്നു. ഹേമ കമ്മീഷൻ ആണെങ്കിൽ അതിന്റെ നിയമസാധ്യതകൾ, അതിന്റെ കുറച്ചും കൂടി പവർഫുൾ ഇത് ഒരു ലീഗൽ ബോഡിയാണ് കമ്മീഷൻ. അത് മാറി കമ്മിറ്റിയായി. ഏത് ഘട്ടത്തിലാണ് അങ്ങനെ കമ്മിറ്റി ആയതെന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. പക്ഷെ കമ്മിറ്റി ആയതോടുകൂടി ഇതൊരു പഠന റിപ്പോർട്ട് മാത്രമാണ്. അതിനകത്ത് ഒരു ആക്ഷനബിൾ അല്ല കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അപ്പൊ അതിന്റെ നിയമസാധ്യതകൾ എങ്ങനെയാണെന്ന് ഇനി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലീസിൽ പരാതി കൊടുക്കണം, അത് കഴിഞ്ഞാല് മാൻഡമസ് കൊടുക്കണം, അപ്പൊ അതിന് ലളിതകുമാരി കേസുമായിട്ട് അപ്പൊ അതിനകത്ത് ആപ്ലിക്കബിൾ ആവും. അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് ഇനി അതിന്റെ പിന്നാലെ പോയാൽ മാത്രമേ അതിന് ഇനി അതിനകത്ത് ആരൊക്കെയാണെന്നൊക്കെയുള്ള സാധനങ്ങൾ പുറത്തു വരുള്ളൂ. നമുക്കിപ്പോ പല മേഖലയിലുള്ള ഇപ്പൊ ഇതെല്ലാം ഊഹാപോഹങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, ഞെട്ടലൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പക്ഷെ എന്നാലും കോൺക്രീറ്റ് ആയിട്ട് ധാരാളം പേരെ വിളിച്ച് എല്ലാ മേഖലയിലെ ആൾക്കാരെ വിശ്വാസത്തിലെടുത്ത് അവര് സത്യസന്ധമായിട്ട് അവർ മനസ്സ് തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു പഠനം ആദ്യമായിട്ട് നടത്തി എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഓർഡർ ഇട്ടല്ലേ, അങ്ങനെ WCCയോട് സർക്കാരിനോട് എനിക്ക് വലിയ ആദരവാണ്. എന്ന് വെച്ചാൽ ഒരു പഠനം വന്നല്ലോ. അപ്പൊ ഇനി അതിന് എന്തായാലും അതിന് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിന് നാളെ ഒരു കാലത്തേക്ക് നല്ല കാര്യങ്ങൾ, ഒരു മാറ്റമൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ജനം അവെയറാണ്. അപ്പം അത് കൃത്യമായി ഇനി ഒരു മാറ്റം വരുന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പേസ് ആയിട്ട് സിനിമ മാറും എന്നത് എക്കാലത്തെയും സ്വപ്നമാണ്. അത് സംഭവിക്കുന്നത് ആഗ്രഹിക്കുന്നു.